പ്രിയപ്പെട്ട നന്ദൻ MLA, ട്രസ്റ്റിൻ്റെ ചെയർമാൻ, പ്രിയപ്പെട്ട വൈശാഖ് മാസ്റ്റർ, ട്രസ്റ്റ് മെമ്പറായ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് വിക്രമൻ, പ്രിയപ്പെട്ട വേണു, കോർഡിനേറ്റർ ശ്രീകുമാർ, സ്നേഹം നിറഞ്ഞ സമ്മാനം കിട്ടിയ എൻ്റെ കുട്ടികളെ, സഹോദരി സഹോദരന്മാരെ, എങ്ങനെ പറയണം എന്നെനിക്കറിഞ്ഞുകൂടാ. കാരണം ഞാനും വാസുവേട്ടനും തമ്മിലുള്ള ബന്ധം എൻ്റെ 14-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ്. വാസുവേട്ടൻ വിക്ടോറിയ കോളേജിൽ പഠിക്കുകയാണ്. പൊന്നാനിയിൽ വരും, പൊന്നാനി കളരി. ആ പൊന്നാനി കളരിയിൽ അന്ന് കഴിഞ്ഞ മീറ്റിങ്ങിൽ ആരോ ആ സബ്ജക്റ്റിനെടുത്ത് പറഞ്ഞു, PC കുട്ടികൃഷ്ണൻ എന്ന ഗ്രൂപ്പ്, എടശ്ശേരി ഗോവിന്ദൻ നായർ, അക്കിത്തം, കടവനാട് കുട്ടികൃഷ്ണൻ, അന്ന് കോളേജിൽ പഠിക്കുന്ന MGS നാരായണൻ, അന്ന് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ മാതൃഭൂമിയുടെ സബ് എഡിറ്ററായി പോയി മരിച്ചുപോയ എൻ്റെ വേണുവേട്ടൻ. അങ്ങനെ നല്ലൊരു ചെറുപ്പക്കാരുടെ ടീം. വാസുവേട്ടൻ അന്ന് ഒരു കഥ എഴുതി, വളർത്തുമൃഗങ്ങൾ. അതാണ് വാസുവേട്ടൻ്റെ കഥ. അന്ന് മാതൃഭൂമിയിലാണ് വന്ന്. മാതൃഭൂമി ആഴ്ചവെപ്പ് ഇത്ര നീളമാണ് അന്നത്തെ. അങ്ങനെ അന്ന് വാസുവേട്ടൻ ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു. ആ കാലത്താണ് അന്ന് ഇതെല്ലാം പൊന്നാനി ഉൾപ്പെടെയുള്ള പ്രദേശം മലബാറിൻ്റെ ഭാഗം, മലബാർ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗം. അന്ന് ജമ്മിത്തം നിലകൊള്ളുന്ന കാലഘട്ടം. ആ ജമ്മിത്തത്തിനെതിരായി പ്രിയപ്പെട്ട അക്കിത്തം ആദ്യമായി മലബാറിൽ എഴുതിയ നാടകമാണ് കൂട്ടുകൃഷി. അപ്പോൾ അന്ന് അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടില്ല, ഒരാളെയും കിട്ടില്ല. അതിന് ശേഷമാണ് കോഴിക്കോട് ഒട്ടേറെ സ്ത്രീകൾ രംഗത്ത് വരുന്നത്. ഇന്നലെ ഇവിടെ പ്രസംഗിച്ച C. രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ അച്ഛൻ T. ഗോപാലക്കുറുപ്പ്, സ്വാതന്ത്ര്യ സമരസേനാനി, അദ്ദേഹം കണ്ടുപിടിച്ചത് എന്നെയാണ്. ഞാനാണ് സ്ത്രീവേഷം കെട്ടുന്നത്. ഞാൻ കൂട്ടാക്കിയില്ല. അവസാനം എല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നെ ആയിഷയാക്കി മാറ്റി. ആയിഷയാക്കി മാറ്റി. ഇന്നത്തെ മുസ്ലിമുകളുടെ വേഷമല്ല അന്ന്. അന്ന് ഈ അരയിൽ അരഞ്ഞാൾ ഇതുവരെയുള്ള കറുത്ത, അങ്ങനെ സുന്ദരിയായ ആയിഷയെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയ സമയത്താണ് അന്നത്തെ വാസുവേട്ടൻ കാണുന്നത്. വാസുവേട്ടൻ്റെ കമൻ്റ് എന്താരാവോ, ഇതൊരു ചരക്കഞ്ഞാണ്. എങ്ങനെ ഉണ്ടായി? അത് പിന്നെയും പിന്നെയും വാസുവേട്ടൻ പലവധിക്കലും ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ മാനേജറായിട്ടുള്ള സ്കൂൾ വാസുവേട്ടനെ കൊണ്ടുപോയി ഒരു സാഹിത്യ സമാജത്തിന് ഇടയ്ക്ക് വെച്ചിട്ട്, അന്ന് പ്രിയപ്പെട്ട അപ്പേട്ടൻ കൊളാടി ഗോവിന്ദൻകുട്ടി മരിച്ചിട്ടില്ല. അപ്പേട്ടനെ അധ്യക്ഷനാക്കി വാസുവേട്ടനോട് ഉദ്ഘാടനവും ചെയ്യാൻ പറഞ്ഞു. ഞാനൊക്കെ ഇതേമാതിരി താഴ്ത്തിയിരുന്നു. അങ്ങനെ വാസുവേട്ടൻ കയറി പറഞ്ഞു, എനിക്ക് പൊന്നാനിയിൽ ഒരു കാമുകിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ആരാണാവോ. അവസാനം ചൂണ്ടിക്കാണിച്ചു, ആ ഇരിക്കുന്നവനാണ് എൻ്റെ കാമുകി. കാരണം ആയിഷയുടെ അത്രമാത്രം ബന്ധമുള്ള എൻ്റെ വാസുവേട്ടനില്ലാത്ത ഈ ട്രസ്റ്റ്. വാസുവേട്ടൻ എന്ന് ട്രസ്റ്റിൻ്റെ ചെയർമാനായോ അന്ന് മുതൽക്ക് ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഈ മാഷ് ചെയർമാനായി ഏറ്റെടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ആ റൂമിൽ ഇരിക്കുമ്പോഴാണ് ഞാനും മാഷും ഒരേ കോളേജിലാണ് പഠിച്ചതെന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. പക്ഷെ അന്ന് മാഷ് വളരെ സാധുവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ കൂടുതൽ അടുപ്പായി. കാരണം ഒരേ ഇതുപോലെ. അതുകൊണ്ട് മാഷ് പറഞ്ഞ ആ അവസാനത്തെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നമുക്ക് മതേതരത്വം നിലനിർത്തണം. ആ കാര്യത്തിൽ യാതൊരു സംശയവും എൻ്റെ മാഷ് വിചാരിക്കേണ്ട, നമുക്ക് നിലനിർത്താം. അതാണിത്. എൻ്റെ വാസുവേട്ടൻ്റെ ആഗ്രഹവും അതായിരുന്നു. നമുക്കതുകൊണ്ട്
ഒന്നിച്ചു പോകാം. വാസോട്ടൻ ഇല്ലെങ്കിലും വാസോട്ടൻ്റെ പകുതിയെങ്കിലും നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണ് മാഷൊക്കെ, അന്ന് വന്നതാണ് ആദ്യത്തെ ദിവസമൊക്കെ ഇവിടെ ഉണ്ട്. മാഷനെ ട്രസ്റ്റി മെമ്പർമാർ മുഴുവൻ സഹായിക്കുന്നുണ്ട്, എല്ലാവരും. പിന്നെ എന്തിനാ വിഷമിക്കണേ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്ദൻ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം നന്ദൻ ഓടിപ്പോയത് എന്താ വെച്ചാൽ ഇന്നും നാളെയും അസംബ്ലി ഉണ്ട്. ഇന്നത്തെ അസംബ്ലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നാളത്തെ അസംബ്ലിയിൽ പോകണമെന്ന് പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ് 5 കോടി നീക്കി വെച്ചിട്ടുള്ള ബഡ്ജറ്റിലെ തുകയൊക്കെ നമുക്ക് വാങ്ങി എന്താണ് ആഗ്രഹമെങ്കിൽ അത് അങ്ങയുടെ ആഗ്രഹത്തോടു കൂടി ഞങ്ങളൊപ്പം നിൽക്കാമെന്ന് ഈ സദസ്സ് മുഖാന്തരം ഞാൻ അങ്ങയ്ക്ക് വാക്ക് തരിക. എന്താ കൃഷ്ണകുട്ടിയെ, ശരിയല്ലേ? പോരെ? ഞാൻ കൂടുതൽ പറയാം, കാരണം അത്ര ഇതാണ്. വാസോട്ടൻ മരിക്കുന്നതിൻ്റെ ഒരു ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയലിൽ എത്തിയത്. കാണണമെന്നുണ്ടായിരുന്നു. അവിടെ വാസോട്ടൻ്റെ മകളുണ്ടായിരുന്നു, വേറെ ആരുമില്ല. കാണണമെങ്കിൽ കാണാം, പക്ഷേ കാണാൻ ഞാൻ ശക്തനല്ലായിരുന്നു. കാരണം അത്രമാത്രം സ്നേഹമായിരുന്നു. നേരത്തെ വേണു പറഞ്ഞ പോലെ ഞാൻ പറയാത്തൊരു കാര്യമില്ല വാസോട്ടനോട്. അപ്പോഴൊക്കെ എൻ്റെ പുറത്തിങ്ങനെ അടിക്കും. കാരണം ആ ബന്ധം തുടങ്ങിയത് എന്താ വെച്ചാൽ വാസോട്ടൻ്റെ അച്ഛൻ്റെ വീട് പുന്നയൂർക്കുളത്താണ്. എൻ്റെ അച്ഛൻ്റെ വീടും പുന്നയൂർക്കുളമാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബമാണ് നാലാപ്പാട്ട് ബാലാമണിയമ്മ. അവരുടെ അനുജത്തി അമ്മണിയമ്മയാണ് ചെറിയച്ഛൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. അതാണ് അവിടെയാണ് കമലാ സുരയ്യൊക്കെ. അപ്പം ഞാൻ ഈ കമലാ സുരയ്യയുടെ കാര്യം വാസോട്ടനോട് ചോദിച്ചു, നിങ്ങൾ ഒന്നിച്ച് വളർന്നവരല്ലേ? ഇതൊന്നും അദ്ദേഹത്തിനോട് ആരും ചോദിക്കില്ല, അതൊക്കെ നിങ്ങൾക്ക് ഒന്നിച്ച് വളർന്നവരല്ലേ? അപ്പോൾ വാസോട്ടൻ എന്ന് പറയുമ്പോൾ ഒറ്റയടി പുറത്ത്, ബാക്കി പറയുന്നില്ല ഞാൻ. അതുകൊണ്ട് ആ ബന്ധം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് എന്തു വരുമ്പോഴും ഭയങ്കര വേദന. ഇപ്പോൾ വാസോട്ടൻ്റെ നാമത്തിൽ ഞങ്ങൾ എടശ്ശേരി കൃഷ്ണപ്പണിക്കർ വായനശാലയിൽ അനുശോചനം കൊണ്ടാടി, ബാക്കിയുള്ളതൊക്കെ സ്വീകരിച്ചു. ഇനിയും അതുപോലുള്ള കാര്യങ്ങൾ, കാരണം നല്ലൊരു ടീം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. അക്കിത്തം പോയി, PC കുട്ടികൃഷ്ണൻ പോയി, അതുപോലെ എടശ്ശേരി പോയി, കടവനാട് കുട്ടികൃഷ്ണൻ പോയി, വേണുവട്ടൻ പോയി, ഇനി ആരുമില്ല. അപ്പോൾ 14 വയസ്സായിട്ട് കണ്ടുമുട്ടിയ വാസോട്ടനെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള വ്യക്തി ഇന്ന് ഞാൻ തന്നെയാണ്. വേറെ ആർക്കുണ്ടാവും ബന്ധം? പ്രായത്രയായി. വാസോട്ടൻ്റെ കാര്യം ബഹുരസമാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ ആർട്സ് സെക്രട്ടറി ആയിരുന്നു ഞാൻ. അവിടെ ആർട്സ് സെക്രട്ടറി ആയവരൊക്കെ പിൻകാലത്ത് സിനിമാ നടന്മാരാവും. അതുകൊണ്ട് എനിക്ക് വാസോട്ടനെ കൊണ്ടുവരുന്ന ആഗ്രഹം. ജി ശങ്കരക്കുറുപ്പിൻ്റെ മകൻ രവി അല്ലേ, രവിയുടെ സഹായത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്. വാസോട്ടൻ ഇങ്ങനെ പ്രസംഗിച്ചും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് കോളേജല്ലേ, അതും വല്ലാത്തൊരു കോളേജും, ഒന്ന് കൂവി വാസേട്ടനെ. കൂവിപ്പോൾ വാസേട്ടൻ്റെ സ്വഭാവം മാറി. ഞാൻ കോഴിക്കോട് മീൻചന്തയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പുസ്തകം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂവൽ, ഇപ്പോഴും മറക്കില്ല ഞാൻ. രണ്ടാമതും തോന്നുന്നു വാസോട്ടൻ പ്രസംഗിച്ചപ്പോൾ വേറൊരു കൂവൽ. ഇതോടുകൂടി വാസോട്ടൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ പിന്നാലെ ഓടി, എല്ലാ തെറ്റും പറഞ്ഞു, വരണം, നീ എൻ്റെ ഇത് നോക്കുമെന്ന് പറഞ്ഞാൽ ചെറുപ്പമാണ്. അതുകൊണ്ട് നിരവധി അനുഭവങ്ങൾ അദ്ദേഹവുമായിട്ടുണ്ടായിട്ടുണ്ട്. ആ ബന്ധമൊക്കെ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 32 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ഈ കമ്മിറ്റിക്ക് ട്രസ്റ്റിന് രൂപം കൊടുക്കുമ്പോൾ വാസോട്ടൻ എൻ്റെ പേരുമിട്ടത്. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അതിൻ്റെ മുമ്പുണ്ടായിരുന്നു കമ്മിറ്റിയിൽ. അന്ന് കമ്മിറ്റിയിൽ വന്നാൽ ഒന്നുമില്ല, നാളികേരട്ട കണക്ക്. എങ്ങനെ കമ്മിറ്റി? പിന്നെ തുഞ്ചൻ ദിനം എന്ന് പറഞ്ഞാൽ 1 വെച്ച് 2, 2 വെച്ച് 3 ചിരിക്കുക വിൽക്കണം, ശരിയല്ലേ? പിന്നെ ചീട്ടുകളി. അപ്പം അതും ഞാൻ കണ്ടു. എൻ്റെ വാസോട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഇതും കണ്ടു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി, എൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ, ഒരിക്കലും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടാകും. അങ്ങ് പറഞ്ഞ ആ അവസാനം പറഞ്ഞ കാര്യത്തിൽ നമുക്ക് തികച്ചും ഉറച്ചു നിൽക്കാമെന്ന് ഞാൻ വാക്ക് തരാണ്.
മതേതരത്വം നമുക്ക് ഒന്നിച്ച് ജീവിക്കണം വിരായത്ത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനും നമുക്ക് ഈ തുഞ്ചൻപറമ്പ് വേദിയാക്കണം ഒന്നിച്ച് ജീവിക്കാൻ. ഇപ്പോൾ ഇവിടെ എത്ര കുട്ടികൾ പ്രൈസ് വാങ്ങിപ്പോയി, അത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം സഹായിച്ച മുഴുവൻ നാട്ടുകാരോടും അതുപോലെ കലാപ്രേമികളോടൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി നമ്മുടെ കൃഷ്ണൻകുട്ടി പറയും. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നിപ്പോൾ 6:30 6:40 നോമ്പ് തുറ, രണ്ടാമത്തെ നോമ്പാണെന്ന്. അത് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ജനങ്ങൾ വരും കലാപരിപാടികൾ കാണാൻ. അതുകൊണ്ട് ഞാൻ സമയം നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങളോടെല്ലാവരോടും ട്രസ്റ്റ് മെമ്പർ എന്ന നിലയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.